കുറേ നാൾ മുമ്പ് ഒരു പത്രപ്രവർത്തകൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ ഒന്ന് നിർവചിക്കാവോ? അന്ന് ഞാൻ എന്തൊക്കെയോ ഒരു ഉത്തരം പറഞ്ഞു. പിന്നീട് ആലോചിച്ചപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള ഉത്തരമായിരുന്നില്ല എന്നും ഞാൻ അതിനുശേഷം അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചപ്പോൾ തന്നെയല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ അനലൈസ് ചെയ്തപ്പോൾ എന്തൊക്കെയായിരിക്കും അവർക്ക് വേണ്ട ഗുണങ്ങൾ, അതൊരു ഗുണം മാത്രമായിരിക്കില്ല, പല ഗുണങ്ങൾ. എന്നാൽ പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 4 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എത്രയൊക്കെ പ്രശസ്തിയുള്ള ആളാണെങ്കിലും നല്ല ഒരു മനസ്സമാധാനവും സന്തോഷവും വേണം. രാത്രി നല്ല ഉറക്കം കിട്ടണം. അല്ലാതെ എന്തൊക്കെ പോപ്പുലറായിട്ടുള്ള വ്യക്തിയാണെങ്കിലും രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സമാധാനം ഇല്ലെങ്കിൽ അയാൾ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമുക്ക് നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ള ആരോഗ്യം വേണം. അല്ലാതെ എത്ര പണം ഉണ്ടാക്കിയാലും അവസാനം ആരോഗ്യമില്ലെങ്കിൽ എന്താ കാര്യം? എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒപ്പമുള്ള അല്ലെങ്കിൽ എൻ്റെ പല ക്ലാസ്മേറ്റ്സും എൻ്റെ പ്രായത്തിലുള്ള പലരും തന്നെ ഈ സമയത്ത് മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ ധാരാളം രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ഹാർട്ട് അറ്റാക്കും അതേമാതിരി ക്യാൻസർ, അല്ലെങ്കിൽ പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അങ്ങനെ പല രോഗം വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആരോഗ്യവും വേണം. എന്നാൽ മാത്രമേ അയാൾ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഞാൻ കൊടുക്കുക, അതായത് സമ്പത്തിന്. സമ്പത്തില്ലാതെ, പണമില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു കാര്യവും നടക്കില്ല, അത് സത്യമാണ്. അപ്പോൾ പണം പ്രധാനമാണ്, പക്ഷെ അതിന് ഞാൻ ഒരു 4-1 പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അങ്ങനെ മൂന്നാമത്തതും കഴിഞ്ഞാൽ നാലാമത്തതാണ് അതിലും പ്രധാനം. അതായത് നമ്മൾ എന്തൊക്കെ പണം ഉണ്ടാക്കിയാലും എത്രയൊക്കെ മനസ്സമാധാനം ഉണ്ടെങ്കിലും നാട്ടിൽ നമുക്കൊരു ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ കാര്യമുണ്ടാവും ഇല്ല. അപ്പോൾ അതൊരു പ്രധാനമാണ്. അതായത് നാട്ടിൽ, സമൂഹത്തിൽ നമുക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ അപഗ്രഥിക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് നിങ്ങൾ അപഗ്രഥിക്കുകയാണെങ്കിൽ എനിക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരമുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. അതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം മറ്റു പലരെ അപേക്ഷിച്ച് എനിക്ക് ആരോഗ്യം ബെറ്ററാണെന്നുള്ളത്. അതുപോലെ തന്നെ രാത്രി തിരക്കിടില്ലാത്ത ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഞാൻ സംതൃപ്തനാണ്, ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു മെസ്സേജാണ് ഇന്ന് എനിക്ക് തരാനുള്ളത്. അതായത് സക്സസ്ഫുൾ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ അതെല്ലാവരും ഒന്ന് ഓർത്താൽ കൊള്ളാം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം.